നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇസ്രയേലിന്റേത് ചോര മരവിപ്പിക്കുന്ന കൊടും കൊലയാണെന്ന് അപലപിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ പുതിയ ആക്രമണങ്ങളിൽ 400-ലധികം ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഇസ്രയേൽ നടപടിക്കെതിരെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. ഇസ്രയേലിന്റേത് ചോര മരവിപ്പിക്കുന്ന കൊടും കൊലയാണെന്നും ഭരണകൂടം ഭീരുക്കളാണെന്നും പ്രിയങ്ക പറഞ്ഞു. സാമൂഹ്യ മാധ്യമമായ എക്സിലായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. മനുഷ്യത്വം അവർക്ക് ഒന്നുമല്ലെന്നും സ്വന്തം സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള കഴിവില്ലായ്മയാണ് അവർ തെളിയിക്കുന്നതെന്നും പ്രിയങ്ക എക്സിൽ കുറിച്ചു. പലസ്തീനികളുടെ ധീരതയെക്കുറിച്ചും പ്രിയങ്ക തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത ബുദ്ധിമുട്ടുകളാണ് അവർ അനുഭവിച്ചതെന്നും എന്നിട്ടും അവരുടെ മനസ്സ് അചഞ്ചലമായി നിൽക്കുന്നുവെന്നും പറഞ്ഞ പ്രിയങ്ക സത്യമേവ ജയതയെന്ന് പറഞ്ഞാണ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വെടിനിർത്തൽ കരാർ തുടരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ഇസ്രയേൽ ഗാസയിൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ജനുവരി 19-ാം തീയതി വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണിത്. കഴിഞ്ഞ 20 മണിക്കൂറിനിടെ 70 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 436 ആയി. കൊല്ലപ്പെട്ടവരിൽ 189 പേർ കുട്ടികളാണ്. വ്യോമാക്രമണം കടുപ്പിച്ചതോടെ IDF ലക്ഷ്യം വെക്കുന്ന മേഖലകളിൽ നിന്ന് പലസ്തീനികൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സേന ഉത്തരവിട്ടു. ഖാൻ യൂനിസ്, ബെയ്ത്ത് ഹാനൂൺ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത് സംബന്ധിച്ച ലഘുലേഖകൾ ഇസ്രയേൽ സേന വിതരണം ചെയ്യുകയും ചെയ്തു. അതേസമയം വെടിനിർത്തൽ കരാർ തുടരുന്നതിനായി കഴിഞ്ഞ ദിവസം ഇസ്രയേലും ഹമാസും അമേരിക്കയും ചർച്ചകൾ നടത്തിയെങ്കിലും ധാരണയായിരുന്നില്ല. ഇതിന് പിന്നാലെ ചൊവ്വാഴ്ച വൈകുന്നേരം ഇറക്കിയ പ്രസ്താവനയിൽ ഗാസയിലെ യുദ്ധം പൂർണ്ണ ശക്തിയോടെ പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ആക്രമണം കേവലം ഒരു തുടക്കം മാത്രമാണെന്നും പ്രസ്താവനയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.